അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ 2 അവാർഡുകൾ നമ്മൾ നൽകുകയുണ്ടായി. നാട്ടിൽ നിന്ന് അവാർഡുകൾ സ്വീകരിക്കുന്നതിനായി കടന്നു വന്ന ധനുജകുമാരി, അവരുടെ ഹസ്ബൻഡ് സതീഷ്, അതുപോലെ തന്നെ കാർഷിക അവാർഡ് സ്വീകരിക്കുന്നതിനായി വന്ന മാത്യു എബ്രഹാം, അദ്ദേഹത്തിൻ്റെ പത്നി എന്നിവരോടുള്ള നന്ദി ഔപചാരികമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് വളരെയേറെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. പേര് ആരുടെയും എടുത്തു പറയുന്നില്ല. ഒറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് നമുക്ക് സ്പോൺസർഷിപ്പ് തന്ന് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. കഴിഞ്ഞ 4-5 മാസമായി വളരെയേറെ കഠിന പ്രയത്നത്തിൽ കൂടി ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥിതിയിലേക്ക് ഇതിനെ ആക്കുന്നതിന് വേണ്ടി എന്നോടും ജനറൽ കൺവീനറോടുമൊപ്പം സഹകരിച്ച കുറേയേറെ കൺവീനേഴ്സുണ്ട്, അവരുടെ സബ് കമ്മിറ്റികളുണ്ട്, അവരുടെ കോർഡിനേറ്റേഴ്സുണ്ട്. മറ്റു പല ആൾക്കാരുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് ഇത്ര വിജയകരമായ രീതിയിൽ ഭീതിയുളവാക്കുന്ന ഭാവപ്രകടനങ്ങൾ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വേദികളിൽ അത്ഭുത വിദ്യകൾ അവതരിപ്പിച്ച ഇതിനകം സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരെ മാജിക്കിനെ മലയാളികൾ നെഞ്ചേറ്റാൻ മുഖ്യ കാരണക്കാരിൽ ഒരാൾ. 45 വർഷങ്ങൾ മാജിക് എന്ന കലയിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വതസിദ്ധമായ ശൈലിയുടെ കാണികളെ അവതരിപ്പിച്ച
സദസ്സിലും സന്നിധിയിലായിരിക്കുന്ന അഭിവന്ദ വൈദിക ശ്രേഷ്ഠരെ, മറ്റു വിശിഷ്ടാതിഥികളെ, സെന്റ് തോമസ് ചർച്ച് കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, രണ്ടും പറയാം. സന്തോഷം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞാൻ തോന്നി ചെറിയ വല്ല പ്രോഗ്രാം വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ ഇൻവൈറ്റ് ചെയ്തത് മറ്റാരുമല്ല, ഞാൻ 2 മാസത്തെ നീണ്ട ഒരു പര്യടനം കഴിഞ്ഞിട്ടാണ്, പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇവിടെ ദുബൈയിൽ നിന്ന് വന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നാട്ടുകാരനും എൻ്റെ ബന്ധുവും കൂടിയായിട്ടുള്ള പോൾ ജോർജ് മാവേലിക്കര അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഉണ്ടല്ലോ, അപ്പം ഞങ്ങളുടെ ഈ ഞായറാഴ്ചത്തെ പരിപാടിക്ക് ഒന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വരാം. അദ്ദേഹം പറഞ്ഞു ഒരു 10 മിനിറ്റ് തരാം, പക്ഷെ അത് 10 മിനിറ്റ് ഇൻട്രാക്ഷനോട് 4 പേര് സംസാരിക്കാം എന്നുള്ളത്, അതായത് പ്രസംഗമാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് പ്രസംഗം വലിയ കഴിവൊന്നുമില്ല, സംസാരിക്കാനൊന്നും അങ്ങനെ അറിയില്ല, എന്നാലും അദ്ദേഹം പറഞ്ഞല്ലേ പ്രസംഗിക്കാൻ റെഡിയായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോ ഇവിടെ വന്നപ്പോൾ ഈ അനൗൺസ്മെന്റ് കേൾക്കുന്നു, വിഷ്വലൊക്കെ കാണുന്നു, പലരും സാറൊക്കെ അനൗൺസ് ചെയ്യുന്നു സാമ്രാജ്യന്റെ അതിഗംഭീരമായ മാജിക് ഷോ നടക്കാൻ പോകുന്നൊക്കെ. എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി എന്റെ ദുഃഖം പറയാം, ഇതുപോലൊരു അടിപൊളി സദസ്സിന്റെ മുമ്പിൽ ഇങ്ങനെ വെറും കൈകൊണ്ട് നിൽക്കാൻ ഇങ്ങനെ പറ്റിപ്പോയതിൽ എനിക്കൊരു വിഷമമുണ്ട്. ശരിക്കും ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പായിട്ട് ഞാൻ വന്നേനെ. ഞാൻ എന്താ ചെയ്യുക? പ്രസംഗം മതിയോ അതോ മാജിക് വേണോ? എന്താണ് പറയുക? കേൾക്കാൻ വയ്യ. എന്താണ്? അയ്യോ, പ്രശ്നമായല്ലോ അച്ഛാ. ഈ ഞങ്ങളെപ്പോഴും മാന്ത്രികർ പറയുന്നൊരു കാര്യമുണ്ട്, ശൂന്യത്തിൽ നിന്നും ഭസ്മം സൃഷ്ടിക്കുക. ശൂന്യത്തിൽ നിന്നും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശൂന്യത്തിൽ നിന്ന് പലതും സൃഷ്ടിക്കാൻ സാധിക്കും, പക്ഷേ സത്യത്തിൽ അതൊന്നും അല്ല. ഇതൊരു സയൻസ് ആണ്. ഇനി എനിക്ക് 10 മിനിറ്റ് തന്നുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. വിശ്വാസികൾ എന്ന് പറയുന്ന പലരും, അതായത് ചർച്ചിലെ ആയിക്കോട്ടെ, മുസ്ലിംസിലായിക്കോട്ടെ, ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ, പലർക്കും ഇത് പാപമാണ്. മാജിക് എന്ന് പറയുന്നത് ദൈവദത്തമായ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബുക്ക് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മജീഷ്യനാകാം. അല്ല, ഞാൻ പറഞ്ഞിട്ട് വന്നത്, ഞാൻ ബുക്ക് എഴുതിയെന്നല്ല പറയുന്നത്, ഇത് വെറും ട്രിക്സ് മാത്രമാണ്. ഓക്കെ, ഇത് ദൈവദത്തമായ കഴിവ് വേണമെന്നുള്ള സത്യം. പാട്ട് പാടുന്നവരെല്ലാം, പാട്ട് പഠിക്കുന്നവരെല്ലാം യേശുദാസ് ആകുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെ മാജിക് പഠിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. ആ കഴിവ് നമുക്ക് വേണം. ഏതായാലും ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അതിന് ഞാനൊരു സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. ഞാനിപ്പോൾ 2 മാസക്കാലമായിട്ട് ഒരു വിദേശ പര്യടനം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നതാണ്. കാര്യമായിട്ടുള്ള ഒന്നും എൻ്റെ ഇല്ല, ഐറ്റംസ് ഒന്നും ഇല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച് ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഐറ്റം മാത്രം കാണിക്കാം. അതിൽ നിങ്ങൾ തൃപ്തരാകണം. എന്നെ ഇത് കണ്ടിട്ട് പക്ഷേ ആരും വെളിയിൽ പോയിട്ട് പറയരുത് സാമ്രാജ്യൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, വളരെ ബോറാണ്, ഇങ്ങനൊന്നും പറഞ്ഞു കളയരുത്. കാരണം ഓർക്കുക, ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് ചോദിച്ചാൽ ഞാനിപ്പം സാധാരണ പറയും, അയ്യോ എൻ്റെ അതിൻ്റെ സാധനമില്ല, പെട്ടിയൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഉള്ള സാഹചര്യത്തിൽ അവിടുത്തെ ഉള്ള സെറ്റപ്പിൽ, അതായത് ഒരു പെൻസിലാകാം, പേനയാകാം, പേപ്പറാകാം, വെച്ച് ഒരു മാജിക് അവതരിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടാകണം, അതിനുള്ള മനസ്സുണ്ടാകണം. അതാണ് യഥാർത്ഥ കലാകാരൻ. നമുക്ക് ആരംഭിക്കട്ടെ. നിങ്ങൾ സമയം കളയുന്നില്ല, ഓരോ ഐറ്റം മാത്രം. നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. താങ്ക് യു. ഞാൻ കേട്ടിട്ടുണ്ട് യുഎയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ചർച്ച ഇതാണെന്ന് തോന്നുന്നു. അതോ ഇത് തന്നെയാണോ? ആണോ? ശരി. ഇവിടെ നിരവധി ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ആൾക്കാർ, വലിയ വിശാല മനസ്കരായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ദാനം ചെയ്യുന്നതിലും എല്ലാം വലിയ മനസ്സിൻ്റെ ഉടമകൾ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ ചോദിച്ച മറ്റൊന്നുമല്ല, ഒരു 500 ദിർഹംസിന്റെ കറൻസിനോട് എനിക്ക് തരണം. പ്രൊഡ്യൂസ് ചെയ്യുകയും അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് വിവേക് എന്ത് ചെയ്യുന്നു?
ഞാനിവിടെ ദുബായ് ആംബുലൻസിലാണ്. ശരി. ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ചെലവാക്കേണ്ടത് ചെലവാക്കുമല്ലേ? ഏതെങ്കിലും രീതിയിൽ വിവേക് ഈ പൈസ നിങ്ങൾക്ക് നഷ്ടമായ വല്ല പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, സാറായോണ്ട് കുഴപ്പമില്ല. ഏതായാലും മാജിക്കലി സംഭവിക്കില്ല എന്നോർത്ത് തന്നെ നമുക്ക് സമാധാനിക്കാം. എന്താ? ഓക്കെ, ഓൾറൈറ്റ്. ഹലോ. യെസ്, ഗുഡ് ഈവനിങ്. വിവേകിന്റെ 500 ദിർഹംസിന്റെ കറൻസി നോട്ടുണ്ട്, ചെറിയൊരു ഐറ്റം. ഇതിനെ ഇങ്ങനെ മടക്കുന്നു, ഇങ്ങനെ മടക്കി 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 വിവേക് വിവേക് എന്നിട്ട് ഒന്ന് മന്ത്രം ചൊല്ലുക. ഒന്ന് മന്ത്രം ചൊല്ലിക്ക്. ഓം ക്രീം അറിഞ്ഞ ക്രീം ഹോക്കസ് ഫോക്കസ് റെഡി. 1 2 and 3. സംഭവിച്ചു കഴിഞ്ഞു. എന്താണിത്? ഈ നാട്ടിലെ 2000 രൂപയുടെ കറൻസി നോട്ടേ ഇത് ബാൻ ചെയ്തതാണ്. ഇത് ബാൻ ചെയ്ത മോദി സർക്കാർ കയറി ആദ്യം ചെയ്ത് ഇതാണ് ചെയ്തത്, ബാൻ ചെയ്തു. ഇതാരും എടുക്കുന്നില്ല. എന്താണ്? ഏതാ? എന്താ ചെയ്യുക? ഞാൻ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക? നല്ലതല്ലേ ഇത്? ഓക്കെ, യെസ്, കം ഓൺ, റൈറ്റ് 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 റൈറ്റ്. ഏതാ? ഇത് എടുക്കുന്ന കറൻസി നോട്ടാണ്, 500 രൂപയുടെ കറൻസി നോട്ടിലാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് മാജിക്. കൈയടിച്ചില്ല ആരും. വിവേകിന് കൊടുക്കുക. വിവേക് ഇതുപോലെ എന്താ വിവേക് ഇതൊക്കെ? ഏതാ? ഞാനിപ്പോ എന്താ ചെയ്യുക വിവേക്? നിങ്ങളുടെ 500 ദിർഹംസ് വെച്ചാൽ എത്രയാണ്? ഏതാണ്ട് 12,000 രൂപയുണ്ട് അല്ലേ? 100 റുപ്പീസ് അല്ലേ? കുഴപ്പമില്ല, പോട്ടെ, കാര്യമാക്കണ്ട വിവേക്. അത് താഴോട്ട് വെച്ചു. ഇനി വിവേകിനെ കൊണ്ട് തന്നെ ഒരു മാച്ച് ചെയ്യിപ്പിക്കാൻ പോവാ. ഇങ്ങോട്ട് നീങ്ങി വിവേക് ഒരു കാര്യം ചെയ്യാൻ. ഇതിൽ താങ്കൾക്ക് നിരവധി സ്റ്റേജ് അതിമനോഹരമായ നമ്മുടെ ചർച്ച സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ അധികാരികളെ, എൻ്റെ കൺവീനേഴ്സിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഓൾറൈറ്റ്. ഇത് പലയിടത്തും ഇപ്പം നാട്ടിലൊക്കെ ഒരു ഫാഷൻ വന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ പൂക്കളാവും. ഞാൻ വന്നപ്പോഴേ ഫോണിനോട് ചോദിച്ചത് എല്ലാം റിയൽ ആണോ എന്നുള്ളത്. ഇത് ജെന്യുവിനാണ്. ഓൾറൈറ്റ്, നല്ല കാര്യം. നിങ്ങൾ കാര്യം ചെയ്യും. അതിലിഷ്ടപ്പെട്ട ഒരു ഫ്ലവർ എടുക്കുക. 2 ഫ്ലവർ എടുത്തേ. 2 ഫ്ലവർ എടുക്കുന്നേ പോലെ നോക്കുക. ഈ ചുമലയോടാണ് താല്പര്യം? റെഡ്. പാർട്ടി ഏതാണ് താങ്കളുടെ? ചോദിക്കാൻ പാടില്ല, എന്നാലും എടതാ. അയ്യോ, കണ്ടില്ലേ? അത് എടുത്തപ്പോഴേ എനിക്കറിയാം. പോളെ പോക്കാ കേട്ടോ. അയ്യോ, നിങ്ങളിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. റൈറ്റ്. അപ്പോ ഇപ്പോൾ ചെയ്യേണ്ടത് നോക്കി ഇത് പിടിക്കട്ടെ. ഇനി നോക്കാം. എനിക്ക് അതിൽ താങ്കൾ 2 ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കുക. 2 പിടിച്ച്. ഇതില് 2 ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ എനിക്ക് തരിക. ഇഷ്ടപ്പെട്ട ഒരെണ്ണം താങ്കളും വെക്കുക. ഇതാണോ? റൈറ്റ്. നോക്കുക. വിവേക് മുന്നോട്ട് നിൽക്കുക. യു ഡു വാട്ട് ഐ ആസ്ക് യു ടു ഡു. താങ്കൾ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യണം. ഇത്രയും മസിൽ പിടിക്കണ്ട കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുക. ഇത് എന്ന് കുടഞ്ഞ് കാണിച്ച്, ഇങ്ങനെ കുടഞ്ഞ് കാണിച്ച്. വലത് കൈയുണ്ട്. അത്ര സ്പീഡ് വേണ്ട.
ഇനി പതുക്കെ പതുക്കെ ഇതിലൊരു ഇതൾ ഇങ്ങനെ മാറ്റുക. നോക്കി മാറ്റ്. ഇത് ഇങ്ങനെ മാറ്റി നോക്കി. ഓ കമോൺ, വരുന്നുണ്ട്. നോക്കി. ഓ എന്തെങ്കിലും പൈസ കിട്ടിയില്ല. മാജിക്കിൽ ഈ തെറ്റുകൾക്ക് സ്ഥാനമുണ്ട്. നിങ്ങൾ മന്ത്രം ചൊല്ലില്ലായിരുന്നല്ലേ? ആണോ? എന്താ മാവേലിക്കര ഉപജില്ലയുടെ പ്രതിഭാ സംഗമത്തിൽ സാറിന്റെ 1 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്താണ്. അയ്യോ, മന്ത്രം ചൊല്ലാൻ മറന്നുപോയി. ഇതാണ്, ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മാജിക്കിൽ തെറ്റുകൾക്ക് സ്ഥാനമില്ല. ഓക്കെ, അദ്ദേഹം തന്ന നോട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ നോട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. എല്ലാവരും ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഏതായാലും ഇത്രയും മാന്യ വ്യക്തികളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ആദ്യം കയറി വന്നുള്ള അതിനെ ഞാൻ അഭിനന്ദിക്കുക. അത് എൻ്റെ നാട്ടുകാരനാണ്. അതാണ്. താങ്ക് യു വെരി മച്ച്.